അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഫിഖ് ബുക്കിലെ 2ാം പാഠം തുടങ്ങാം. അദ്ദർസു സാനി അസ്സലാത്ത്. അപ്പോൾ പാഠം 2 നിസ്കാരം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് എന്ത്? നിസ്കാരം. 5 വക്ത് നിസ്കാരം അല്ലേ. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന 5 വക്ത് നിസ്കാരം അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരം കിട്ടിയത് വേറൊരു രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് ബാക്കിയുള്ള സക്കാത്ത് കൊടുക്കല്, അതേപോലെ ഹജ്ജ് ചെയ്യല്, ഇവയൊക്കെ കിട്ടിയത് എങ്ങനെയാണ്? ആദ്യം അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് ആ ഒരു ഓർഡർ കൊടുത്തു. എന്നിട്ട് ആ ഓർഡർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തതാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ. എന്നിട്ട് ആ ഒരു ഓർഡേഴ്സാണ് നമ്മളിപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. പക്ഷേ നിസ്കാരം കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇസ്രാ മിറാജ് രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ഉമ്മത്തീങ്ങൾക്ക് കൊണ്ടുവന്ന സമ്മാനമാണെന്ത്? നിസ്കാരം അല്ലെ. എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അള്ളാഹിനെ കാണാൻ പോയി. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അള്ളാഹു കൊടുത്തയച്ച സമ്മാനമാണെന്ത്? നിസ്കാരം അല്ലെ. ആദ്യം നിസ്കാരം എത്ര വക്തായിരുന്നു? 50 അല്ലെ, 50 വക്തായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് ഇത്രയും പ്രാർത്ഥിക്കാൻ കഴിയില്ല, ഇത്രയും നിസ്കരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ചെറുതാക്കി കൊണ്ടുവരുമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ സെയിം ഡേയിൽ തന്നെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ തന്നെ അള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? കുറച്ച് തരാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? ആ 50 വക്തുള്ളത് എന്ത് ചെയ്തു? നേരെ കുറച്ച് വന്നിട്ട് 5 ആക്കി, 5 വക്ത് അല്ലെ. എന്നാലും ഇപ്പോഴും ചിലവരുണ്ട് 5 വക്ത് നിസ്കാരം കൂടി നിസ്കരിക്കാൻ സമയമില്ല, അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊക്കെ അള്ളാഹു 50 വക്ത് തന്നതിൽ നിന്നും 5 ആക്കിയത്, അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ കാട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. അദ്ദർസുസ്സാനി അസ്സലാത്ത്. പാഠം 2 നിസ്കാരം. നിങ്ങൾക്കറിയാമോ നിസ്കാരത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന്? ഇപ്പൊ ഈ ഒരു മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇസ്രാ മിഅ്റാജില് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് കൊണ്ടുവന്നതാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ട് എന്ന് വിചാരിച്ചോളി, ബാക്കി എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കാണ്ട് എന്ന് വിചാരിച്ചോളി, ഒരു 100 റുപ്യ അല്ലെങ്കിൽ 200 ഇങ്ങനത്തെ ഒരു സംഖ്യ ആയിട്ട് കൂട്ടിക്കോളി. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് പോണതിൻ്റെ വഴിയിലാണ് ഇവർ താമസിക്കുന്നതെന്ന് വിചാരിച്ചോളി. അപ്പോൾ നിങ്ങളുടെ ഉപ്പ എന്ത് ചെയ്യും? ആ ഒരു പൈസ ചെറിയ തുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ചെറിയ തുക നമ്മളുടെ കയ്യിൽ തരും. അവർക്ക് കൊടുത്തോണ്ടി പറഞ്ഞിട്ട് നമുക്ക് തരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊണ്ടേ കൊടുക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഉപ്പാക്ക് ഒരു 2 ലക്ഷം റുപ്യ ഒക്കെ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ തുക നമ്മളുടെ അടുത്ത് കയ്യിൽ വെച്ചോളി പറഞ്ഞാണ്ട് അവർക്ക് കൊടുക്കാൻ പറയുമോ? ഇല്ല. കാരണം അത് വലിയ തുകയാണ്. നമ്മുടെ കയ്യിൽ നിന്നാല് ചിലപ്പോ അത് എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ആയിരിക്കാം. അപ്പൊ ഉപ്പ എന്ത് ചെയ്യും? ഉപ്പ ആ ഒരു ആളിനെ വിളിച്ചു പറയും, ഒന്ന് ഇങ്ങോട്ട് വന്നോളി, നിങ്ങളുടെ പൈസ അവിടെ റെഡിയാണ് എന്നുള്ളത് പറയും അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോ ഉപ്പ തന്നെ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും അല്ലെ. അപ്പോ ഇതേപോലെ തന്നെയാണ് നമുക്ക് നിസ്കാരം സമ്മാനമായിട്ട് നൽകിയത് അല്ലെ. മുസ്ലിംകൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. അപ്പൊ നമ്മുടെ മുസ്ലിംകൾ നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളിലും ഏറ്റവും ശ്രേഷ്ഠമുള്ള കാര്യമാണ് നിസ്കാരം, 5 വക്ത് നിസ്കാരം. അശുദ്ധികൾ, നജസ്സുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കപ്പെടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അശുദ്ധികൾ, നജസ്സുകൾ. അശുദ്ധിയും നജസ്സും നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ ഇവയിൽ നിന്നും ശുദ്ധി വരുത്തിയിട്ട് നമ്മൾ ഭയഭക്തിയോട് കൂടി നമ്മൾ നിസ്കാരം നിർവഹിക്കണം. അശുദ്ധികൾ എന്തായിരിക്കാം? നമ്മളിപ്പോ ബാത്റൂമിൽ പോയി വന്നാൽ നമ്മളുടെ ശരീരം അശുദ്ധി ആയിരിക്കുകയാണ്. ശുദ്ധിയാവാൻ നമ്മൾ ഒന്നല്ലെങ്കിൽ വുളു എടുക്കണം, അല്ലെങ്കിൽ ചില അശുദ്ധികളുണ്ട് നമ്മൾ കുളിക്കാതെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്നും ശുദ്ധിയാകാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ ശുദ്ധി വരുത്തിയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ പോകണം. അതേപോലെ തന്നെ ഇത് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ശുദ്ധി ആവുന്നതിന്റെ കൂടെ തന്നെ നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ഭയഭക്തി ഉണ്ടാവണം അല്ലെ. ഭയ എന്ന് പറഞ്ഞെങ്കിൽ പേടി ഉണ്ടാവണം അല്ലെ. അള്ളാഹുവിന്റെ മുൻപിലാണ് ഞാൻ നിസ്കരിക്കുന്ന ആ ഒരു പേടി എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വേണം അല്ലെ. അതെന്ത് കാര്യം ചെയ്യാവട്ടെ. ഇപ്പോ നമ്മൾ കള്ളം പറയാൻ പാടില്ല. കള്ളം പറയൽ ഹറാമാണ് അല്ലെ ഇസ്ലാമില്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പൊ ചിലവര് കള്ളം പറയുമ്പോ അവർക്കൊരു ബോധം ഉണ്ടാവില്ല. അവരെന്തുകൊണ്ടായിരിക്കും കള്ളം പറയണ്ടാവുക? അവർക്കൊരു ബോധം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ സർവശക്തനായ അള്ളാഹു കാണുന്നുണ്ടാവും എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്
നമ്മൾ അള്ളാന്റെ മുൻപിലാണല്ലോ പ്രാർത്ഥിക്കുന്ന ആ ഒരു ബോധം നമുക്ക് വേണം, അല്ലെ? അതേപോലെ തന്നെ ഭക്തി പറഞ്ഞാല് എല്ലാ ജീവികളെയും സൃഷ്ടിച്ച അള്ളാന്റെ മുൻപിലാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്, റുക്കൂ ചെയ്യുന്നത്, എല്ലാം ഞാൻ ചെയ്യണ അള്ളാന്റെ മുൻപിലാണെന്നുള്ള ആ ഒരു ബോധം നമുക്ക് വേണം. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ വിജയം വരിച്ചു, അല്ലെ? ഈ ലോകത്തിൽ വിജയം വരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൽ അതിന്റെ അറബിക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തദ്രീബാത്ത് 6ാമത്തെ പേജ് നമ്പർ നോക്കുമ്പോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതിന്റെ അർത്ഥം എന്താണ്? നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമ്മൾ നിസ്കാരത്തിൽ ഭയഭക്തി, ആ ഒരു ബോധം, അള്ളാന്റെ മുൻപിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധമുള്ള മുസ്ലിംകൾ എന്താണ്, ഈ ലോകത്തും ഇനി വരാനുള്ള ലോകത്തും വിജയം വരിച്ചവരാണ്, അല്ലെ? മീൻസ് അവര് വിജയിച്ചിരിക്കുന്നു. ഓരോ നിസ്കാരവും അതിന്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നിസ്കാരം സമയം വിട്ടു പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. അപ്പോ നമ്മൾ ഓരോ നിസ്കാരവും അതിൻ്റെതായിട്ടുള്ള സമയത്തിൽ നമ്മൾ ചെയ്യണം, അല്ലെ? ഇപ്പൊ സുബഹി നിസ്കാരം, ചിലവർ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുൻപേ അല്ലെങ്കിൽ 15 മിനിറ്റ് മുൻപൊക്കെ നീച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ അവർ റെഡി ആവും നിസ്കരിക്കാൻ. പക്ഷെ ചിലവർ ഉറക്കത്തിൽ പെട്ടിട്ടോ അല്ലെങ്കിൽ അവരെന്താണ് ചിലവർക്ക് ആ ഒരു ബോധം ഉണ്ടാവില്ല, നിസ്കരിക്കുന്ന എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവില്ല. ചിലവർ മടി പിടിച്ച് കിടക്കും, ചിലവരെന്ത് ചെയ്യും, ഉറക്കത്തിൽ പെടും. അപ്പോ ഇതൊക്കെ നമ്മളിപ്പോ നേരത്തെ നീച്ചവരാണെങ്കിൽ നിസ്കരിക്കും. പക്ഷേ സമയം വിട്ട് ബന്ധിക്കുന്നവർ, മീൻസ് അവർ ഉറക്കത്തിൽ പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ സുബഹി എന്ന് പറഞ്ഞാൽ എത്ര നേരം വരെ ഉണ്ട്? സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയം വരെ ഉണ്ട്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ നീച്ചുകാണ്ട് സുബഹി നിസ്കരിക്കാൻ ചിലവരൊക്കെ പോവും. പക്ഷെ ചിലവരെന്ത് വിചാരിക്കും, ഇപ്പൊ സമയമൊക്കെ കഴിഞ്ഞു, കഥ ആയിട്ടുണ്ടാവും, അപ്പൊ നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്ന്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നീച്ചയ്ക്ക് തന്നെ ആ ഒരു മൈൻഡിൽ നമുക്ക് ആ ഒരു ബോധം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, പോയി വേഗം നിസ്കരിക്കണം. പിന്നെ നിസ്കാരം സമയം വിട്ടു ബന്ധിക്കുന്നവർക്കാണ് സർവനാശം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ്, നിസ്കാരത്തെ സമയം വിട്ടു ബന്ധിക്കുന്നവർ, എല്ലാ നിസ്കാരത്തിന്റെയും സമയം, ഇപ്പൊ മഗ്‌രിബ് ബാങ്ക് എത്ര വരെ ഉണ്ട്? ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ പോയി നിസ്കരിക്കണ്ട, കാരണം കുറച്ചു നേരമേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾ നിസ്കരിക്കാൻ പോവാണെങ്കിൽ അപ്പൊ അവർക്കാണ് സർവനാശം എന്നാണ് ഖുർആനിൽ പറയുന്നത്, അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും സമയം വിട്ടു ബന്ധിക്കരുത്, നിസ്കാരത്തിന്റെ സമയം വിട്ടു ബന്ധിക്കരുത്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. അപ്പോൾ ഈ സമയം വിട്ടു ബന്ധിക്കുന്നവർക്ക് എന്താണ്, ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ടു ബന്ധിക്കാവുന്നതല്ല. അപ്പോ ഇപ്പൊ ചിലവർ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ഞാനെന്ത്, സുബഹി നിസ്കാരത്തിൽ ഉറക്കത്തിൽ പെട്ടുപോയാൽ, അതേപോലെ മറവി പറഞ്ഞാൽ ഇപ്പൊ ചിലവര് ഭയങ്കര പണിയില, അല്ലെങ്കിൽ അവർ ഭയങ്കര ബിസി ആയിരിക്കും, എന്തെങ്കിലും പണിയിൽ പെട്ട് അവർ ഭയങ്കര ബിസി ആയിരിക്കും, അല്ലെ? അപ്പോ എന്താണ്, ആ ഒരു പണിത്തിരക്കിൽ പെട്ട് അവര് നിസ്കാരത്തെ പറ്റി മറക്കും. അല്ലെങ്കിൽ ചിലവർക്ക് എന്താണ്, കൺഫ്യൂഷനേക്കാരും, അല്ലെ? നിസ്കരിച്ചോ ഇല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടല്ലാതെ നമ്മൾ ഒരിക്കലും നിസ്കാരം സമയം വിട്ട് ബന്ധിക്കരുത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ കാരണമില്ലാതെ, ഈ ഉറക്കം, മറവി എന്നല്ലാത്ത കാരണങ്ങളില്ലാതെ നിസ്കാരം ഖളാ ആക്കിയാൽ അത് തിരിച്ച് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവന്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോട്ടെ, നമ്മൾ അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ 3-4 നിസ്കാരങ്ങളൊക്കെ ഖളാ ആവുന്ന ചില ട്രാവലിംഗ് ഉണ്ട്, അല്ലെ? ഭയങ്കര ലോങ് ഒക്കെ പോവാണെങ്കിൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലേസ് എത്തിയാൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ, അവിടെ അടുത്ത് പള്ളി അല്ലെങ്കിൽ നിങ്ങളൊരു റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാമല്ലോ, അല്ലെ? അപ്പൊ അവിടെ എത്തിയേക്കാൾ നമ്മൾ നേരെ വുളു എടുക്കുക, നിസ്കരിക്കുക, അല്ലെ? ഖളാ വീട്ടുക.
ആസന്നമായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞാല് ആസന്നമായ നിസ്കാരം പറഞ്ഞാല് ഇപ്പൊ ളുഹറിന്റെ സമയമാണെങ്കിൽ ളുഹർ നിസ്കാരം ബാങ്ക് കൊടുത്തു. അപ്പൊ ആ ഒരു ആസന്നമായ നിസ്കാരം എന്താണ്? ളുഹറാണ് അല്ലെ. ഇപ്പൊ സുബിയാണ് ഖളാ ആയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്തിന്റെ മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ളുഹർ നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ മുൻപ് തന്നെ നമ്മൾ സുബി ഖളാ വീട്ടണം. ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയതും ഉടനെ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കലും സുന്നത്താണ്. അപ്പോ എന്താണ്? ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറവി കൊണ്ടോ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എന്താണ് ഖളാ ആയ നിസ്കാരം ഉടനെ ഖളാ വീട്ടലും അതേപോലെ തന്നെ എന്താണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കലും സുന്നത്താണ് അല്ലെ. ഇവയെല്ലാം ഇത് രണ്ടും സുന്നത്താണ്. ഈ ഖളാ വീട്ടൽ ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയത്, കാരണമില്ലാതെ ഖളാ ആയത് നിർബന്ധമാണ് ഖളാ വീട്ടൽ. പക്ഷെ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറവി കൊണ്ടോ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. അതേപോലെ തന്നെ കാരണങ്ങളില്ലാതെ ആസന്നമായ എന്താണ് നിസ്കാരത്തേക്കാൾ മുന്തിക്കല് അതും സുന്നത്താണ് അല്ലെ. കുട്ടികൾക്ക് നിസ്കാരം വാജിബില്ലെങ്കിലും 7 വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കലും 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നോമ്പും ഇപ്രകാരം തന്നെയാണ്. ഇപ്പൊ നമ്മള് കൂടുതൽ ഇപ്പൊ 5ാം ക്ലാസ്സിൽ ചിലവര് 11 വയസ്സ് 12 വയസ്സ് 13 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികളുണ്ടാവും അല്ലെ. പക്ഷെ കൂടുതലും 10 വയസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും വാജിബാണ്. കുട്ടികൾക്ക് വാജിബില്ലെങ്കിലും 7 വയസ്സായാൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കലും അതേപോലെ തന്നെ 10 വയസ്സായി നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരെ അടിക്കലും എന്താണ് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. രക്ഷിതാക്കൾക്ക് അത് വാജിബാണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെയാണ് നോമ്പിനെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ ഈ 7 വയസ്സായാല് നമ്മളുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മളോട് നിസ്കരിക്കാൻ എങ്ങനെ പഠിപ്പിച്ചു തരും അല്ലെ. അതേപോലെ നമ്മൾ ചെയ്യും. പിന്നെ 10 വയസ്സായാലും നമ്മൾ പറയാതെ നിസ്കരിച്ചാതിരുന്നെങ്കിലൊക്കെ എന്താണ് നമ്മൾക്ക് അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. കാരണം അത് അവരുടെ മേല് വാജിബായ കാര്യമാണ്. അപ്പൊ അവർ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കുറ്റം അവർക്കാണ് പോവുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കുറ്റം കിട്ടുന്നത് കാണണോ? വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർ പറയാതെ തന്നെ നമ്മൾ നിസ്കരിക്കണം അല്ലെ. അപ്പോ ഇതേപോലെ തന്നെയാണ് നോമ്പ് നോൽക്കല്. 7 വയസ്സ് കഴിയുന്നവർ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് നോമ്പ് നോൽക്കലും. കാരണം 7 വയസ്സായാല് നോമ്പ് നോൽക്കാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ നോമ്പ് നോൽക്കല് എന്താണ് കൽപ്പിക്കലും അതേപോലെ 10 വയസ്സായാല് നിർബന്ധമാകലുമാണ് അല്ലെ. അപ്പോ ഇതാണ് നമ്മളുടെ നിസ്കാരം എന്ന് പറഞ്ഞുള്ള ഈ ഒരു ചാപ്റ്റർ അല്ലെ. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. ഉത്തരം പറയുക. നിസ്കാരം നിർവഹിക്കണം എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്? ഇവിടെ പേജ് നമ്പർ 5 മൂന്നാമത്തെ ലൈന് അശുദ്ധികൾ നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ നിസ്കാരം നിർവഹിക്കണം അല്ലെ. ഭക്തിയോടെ അത് നിർവഹിക്കണം എന്നാണ്. അത് എന്ന് മാറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം നിർവഹിക്കണം എന്ന് ആക്കണം. പിന്നെ സർവനാശവും അവർക്കാണ്. ആർക്കാണ് സർവനാശം? നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്ക് ആണ് സർവനാശവും അല്ലെ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അവർ ക്രോസ് ഇട്ടിരിക്കണം അല്ലെ. അവിടെ ഒരു ഇങ്ങനെ ബോക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നാലാമത്തെ പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണമില്ലാതെ നിസ്കാരം ഖളാ ആയവന് വാജിബാണ് എന്ത്? ഉടനെ തന്നെ ഖളാ വീട്ടൽ അല്ലെ. എന്താണ് ഈ ഫസ്റ്റ് മുതൽ തന്നെ എഴുതാം. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് കുട്ടികളുടെ നോമ്പിന്റെ വിധി എന്ത്? 7 വയസ്സായാൽ നോമ്പ് കഴിയുന്നവരാണെങ്കിൽ 7 വയസ്സായാൽ നോമ്പെടുക്കാൻ കൽപ്പിക്കലും 10 വയസ്സായാൽ
അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അവരെ അടിക്കലും അല്ലേ. പിന്നെ രണ്ടാമത്തത് ഓർമ്മിക്കുക. നിസ്കാരം വാജിബാണ്. ആർക്ക്? എന്തായിരുന്നു? നിസ്കാരം വാജിബാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താണ്? ഫർദ് ഐൻ. ഫർദ് ഐൻ പറഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? 5 വക്ത് നിസ്കാരം അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഓരോ മുക്കല്ലഫിനും നിർബന്ധമാണ്. പിന്നെ സുബഹ നിസ്കാരം ഖളാ ആകും എപ്പോൾ? സൂര്യൻ ഉദിക്കുമ്പോൾ. പിന്നെ മൂന്നാമത്തത്, സ്കൂളിലെ നിങ്ങളുടെ മുസ്ലിം സുഹൃത്ത് കൃത്യസമയത്ത് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനെ നന്നാക്കാൻ നിങ്ങൾ നടത്തുന്ന സംഭാഷണം ഭാവനയിൽ നിന്ന് എഴുതുക. അപ്പൊ നിങ്ങളുടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു മുസ്ലിം സുഹൃത്ത്, മുസ്ലിം ഫ്രണ്ട്, അവനോ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുന്നില്ല. അപ്പൊ അവനെ നന്നാക്കാൻ അല്ലെങ്കിൽ അവളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സംഭാഷണം, അവരോട് സംസാരിക്കുന്ന ആ ഒരു രീതി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. അത് എഴുതണമെന്ന് ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എഴുതാം. പിന്നെ നാലാമത്തത് നമുക്ക് പഠിക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്താണ്? നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു അല്ലെ. ഇതാണ് അതിന്റെ മീനിങ്. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ക്ലാസ് നിർത്താം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.